ഇന്ത്യ സഖ്യം ആ പേര് കണ്ടുപിടിക്കുന്നതിന് നടത്തിയ ഗവേഷണം ഒരു മുന്നണി രൂപവൽക്കരിക്കുമ്പോൾ മിനിമം കോമൺ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുചേരുന്നതാണ് മുന്നണി. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണി എന്ന ഇന്ത്യ മുന്നണി രൂപവൽക്കരിക്കുമ്പോൾ അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഏക അജണ്ട നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടിയ കോൺഗ്രസ് 100-ൽ 99 നേടിയതിൻ്റെ വിജയാഹ്ലാദം നടത്തുമ്പോഴും തൊട്ടു പിന്നാലെ വന്ന ഹരിയാന തെരഞ്ഞെടുപ്പ്, രാവിലെ ലഡു കഴിച്ച ആളുകളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ ഫലം മറ്റൊന്നായി. ഹരിയാനയിൽ BJP ഭരണ തുടർച്ച നേടി. സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസിൻ്റെ പിൻബലത്തോടെ 32 സീറ്റിൽ ജമ്മു കാശ്മീരിൽ മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് 6 സീറ്റാണ്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്ക് തൻ്റെ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണം. ഏതായാലും ഒമർ അബ്ദുള്ളയുടെ സർക്കാരിൽ 6 പേരുള്ള കോൺഗ്രസിന് പ്രാതിനിധ്യമില്ല. പിന്നീട് ഈ മുന്നണിക്കുണ്ടായ ഇരുട്ടടി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ തയ്യാറായി നിന്നവർക്ക് കിട്ടിയ സീറ്റ് 14ആണ്. സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് 20. പവാറിൻ്റെ പാർട്ടിയും നിലം പൊത്തിയപ്പോൾ കാറ്റല്ല കൊടുങ്കാറ്റാണ് വീശിയത്. ഇതോടെ ഇന്ത്യ മുന്നണിയിൽ പിടലപ്പിണക്കങ്ങൾ തുടങ്ങി. മമതാ ബാനർജിനെ നേതാവാക്കണമെന്ന് ലാലു പ്രസാദ് യാദവ് പറയുന്നു. മമത കലാപം ഉയർത്തുന്നു. ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പാർട്ടിക്ക് ശക്തനായ ഒരാളോടൊപ്പം അത്ര ശക്തനല്ലാത്ത ഒരാൾ ചേർന്ന് നിന്നാണ്. അയാൾ ദുർബലനാണെങ്കിൽ പോലും ശക്തനായി മാറുമെന്നൊരു രാഷ്ട്രീയ തിയറിയുണ്ട്. അതാണ് ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഒരു അടിസ്ഥാനം. കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ നടന്ന 9 ബൈ ഇലക്ഷൻ, ഈ 9 ബൈ ഇലക്ഷൻ കയ്യിലിരുന്ന 2 സീറ്റ് ഉൾപ്പെടെ, അഖിലേഷ് യാദവിൻ്റെ 2 സീറ്റ് ഉൾപ്പെടെ 7 സീറ്റ് BJP പിടിച്ചെടുത്തു. അവിടെ കോൺഗ്രസിനെ ആരും സഖ്യകക്ഷിയായി കൂട്ടാൻ വരെ ഉണ്ടായില്ല. കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് ഭാരമായി മാറുന്നുവെന്ന ചിന്തയുണ്ടായപ്പോഴാണ് ഈ സഖ്യകക്ഷികളൊക്കെ കോൺഗ്രസിനെതിരെ തിരിയുന്നൊരവസ്ഥ ഉണ്ടായത്. 2025 ഇന്ത്യ സഖ്യത്തിൻ്റെ ചരമഗീതം പാടും. കാരണം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഇതിന് ശേഷം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇത്രയും തെരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷികൾക്ക് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും? എത്ര MLA-മാരെ നൽകാൻ കഴിയും? ഇതിന് കഴിയാത്ത പക്ഷം ഈ മുന്നണി തകർന്ന് തരിപ്പണമായി മാറും. പിന്നെ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടത് പാറ്റ്നയിലാണ്. അന്ന് അതിൻ്റെ കൺവീനർ നിതീഷ് കുമാറാണ്. ഇന്ന് നിതീഷ് NDAയുടെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാണ്. അന്ന് ചാർട്ട് ചെയ്ത വിമാനത്തിൽ സ്റ്റാലിനും ശരത് പവാറുമൊക്കെ പാറ്റ്നയിലേക്ക് പറന്നിറങ്ങിയപ്പോൾ ശരത് പവാർ തിരിച്ച് മുംബൈയിൽ ചെല്ലുമ്പോൾ അനന്തരവൻ അജിത് പവാർ BJPയോടൊപ്പം ചേർന്ന് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയാവുന്ന കാഴ്ചയാണ് കണ്ടത്. കൺവീനർ പാർട്ടി വിട്ടു, സൂത്രധാരകൻ്റെ പാർട്ടി 2ആയി പിളർന്നു. തുടർ പരാജയങ്ങൾ, അധികാരത്തിൽ നിന്നുള്ള മുന്നണികളുടെ പുറത്തേക്കുള്ള പോക്ക്. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഈ മുന്നണിയെ മുന്നോട്ട് നയിക്കാനോ പിടിച്ചു നിർത്താനോ ഉള്ള ശേഷിയില്ലെന്ന് ഇതിൻ്റെ നേതാക്കന്മാർ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറയുമ്പോൾ ആ മുന്നണിയുടെ പരാജയവും പിരിച്ചുവിടലും അസ്തമയവും ഒക്കെ 2025 നമുക്ക് കാണും.